ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋതു എന്ന ലോക അഹങ്കാരി വന്ന് പല്ലവിയെയും സേതുവിനെയും കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ പല പല പ്രതിസന്ധികളും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവാം. അത് പരിഹസിക്കുന്നതിന് പകരം അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നാണ് ആലോചിക്കേണ്ടത് എന്ന് പല്ലവി ഇവളോട് പറയുമ്പോൾ, പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എന്നെ ഒരു ടീച്ചറും പഠിപ്പിക്കേണ്ടെന്നും പറഞ്ഞ് ഋതുക വലിയ ആളായപ്പോൾ സേതു കയറി ചെന്നിട്ട് ചോദിച്ചു, അതുകൊണ്ടായിരിക്കും പൂർണിമ ടെക്സ്റ്റൈൽസിൽ പണിമുടക്കം നടന്നത് അല്ലോടി. സ്വന്തം കഴിവിനെ പറ്റി കൂടുതലൊന്നും കിടന്ന് നീ പ്രസംഗിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. വെറും ഭാഗ്യം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെ ഭാഗ്യം, അത്രേ ഉള്ളടി നീയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇവളുടെ തണ്ട് ഓടിക്കുക. ദേ അത് മനസ്സിലാക്കും നീ, ഇപ്പോഴല്ല പിന്നെ. അന്നേരം ഇതിനുള്ള മറുപടി നിനക്ക് ഞാൻ തന്നോളാവെന്നും നമ്മുടെ സേതു അങ്ങ് പറഞ്ഞിട്ടകത്തേക്ക് കയറിപ്പോയി. സേതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പല്ലവി, മോളെ കാത്തിരുന്നോളാൻ പറഞ്ഞു. അങ്ങനൊരു ദിവസത്തിന് വേണ്ടി പാലിശ അടക്കം തിരിച്ചു തരും നിനക്ക് സേതുവേട്ടൻ. വാങ്ങാനേ നീ തയ്യാറായിട്ട് ഇരുന്നോളണം, നല്ല മിടുക്കിയായിട്ട് എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവി അകത്തേക്ക് കയറിപ്പോയി. ചൂളി വിളറി ഇങ്ങനെ നിൽക്കുവാണ് ഋതിക അവിടെ. ഈ സമയത്ത് പിന്നെ പല്ലവി നേരെ ചെല്ലുന്നത് പൂർണിമയെ കാണാനായിട്ട്. അപ്പോൾ പൂർണിമ അവിടെ കിടന്നുറങ്ങുമായിരുന്നു. അമ്മേ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അമ്മ പതുക്കെ എഴുന്നേറ്റു. എന്താ അമ്മയ്ക്ക് പറ്റിയ സുഖമില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. മരുന്ന് കഴിക്കാത്തതിൻ്റെ ആകുമെന്ന് പറയുമ്പോൾ അതെന്താ അമ്മ കഴിക്കാതിരുന്നതെന്ന് ചോദിച്ചു പൂർണിമ. അത് പിന്നെ മരുന്ന് തീർന്നു പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തീർന്നു പോയെന്നോ, എന്നിട്ട് എന്താ അമ്മ പറയാതിരുന്നതെന്ന് ചോദിക്കുക. അത് വേണ്ടെന്ന് വെച്ചിട്ടാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ, എന്താ അമ്മേ മരുന്ന് മുടക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പൂർണിമയോട് പല്ലവി ചോദിക്കുക. അതുകൊണ്ടൊന്നുമല്ല, സേതു ആയിരുന്നല്ലോ എപ്പോഴും മരുന്ന് എനിക്ക് വാങ്ങിച്ച് തരാറുണ്ടായിരുന്നതെന്നൊക്കെ പൂർണിമ പറയും. വഴക്കിട്ട സ്ഥിതിക്ക് ഇനി അവനോട് എങ്ങനെയാ പറയുന്നതെന്ന് പൂർണിമ ചോദിച്ചു. മരുന്നൊക്കെ വാങ്ങിച്ച് തരാൻ ഇങ്ങനെയൊക്കെയാണോ അമ്മ ചിന്തിക്കുന്നത്? കഷ്ടമുണ്ട് കേട്ടോ, അമ്മ എത്രയ്ക്ക് തരം താഴ്ന്നു പോയോ? അമ്മയുടെ മോനല്ലേ അമ്മേ സേതുവേട്ടൻ എന്ന് പല്ലവി ചോദിക്കുക. ഒരു മകൻ്റെ കടമയല്ലേ അമ്മമാർക്ക് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുക എന്നുള്ളത്. എന്താ അത് വേണ്ട, സേതുവേട്ടനോട് പറയാൻ മടിയാണെങ്കിൽ വേണ്ട, എന്നോട് അമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ, ഞാൻ വാങ്ങിച്ചു തരുമായിരുന്നല്ലോ എന്ന് പല്ലവി ചോദിക്കുമ്പോൾ ഋതു ഉണ്ട്, അവൾക്കിതിലൊന്നും ഒരു ശ്രദ്ധയും ഇല്ലെന്നും പറഞ്ഞ് ഞാൻ മരുന്ന് കഴിച്ചാൽ എന്ത് കഴിച്ചില്ലെങ്കിൽ എന്ത്, അതൊക്കെ നോക്കാൻ അവൾക്ക് ഇവിടുന്ന് സമയമെന്ന് പൂർണിമ. അപ്പം ഋതുവിൻ്റെ തനിനിറം എന്താണെന്നുള്ളത് പൂർണിമ കുറേശ്ശെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. സേതു അങ്ങനെയൊന്നും ആയിരുന്നില്ല, എല്ലാം ശ്രദ്ധിക്കുമായിരുന്നുവെന്നും എല്ലാം നോക്കിയും കണ്ട് ചെയ്യുമായിരുന്നുവെന്നും അവനാ എന്നെ പുറകെ നിന്ന് കുത്തിയതെന്നും വീണ്ടും പൂർണിമ ഇരുന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അമ്മേ, സേതുവേട്ടൻ പാവമാണെന്നും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും സേതുവേട്ടൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു പല്ലവി. നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട, എന്തിനാ വെറുതെ നമ്മൾ തമ്മിൽ മുഷിയുന്നതെന്ന് ചോദിച്ചു. ശരി ആയിക്കോട്ടെ, ഞാനൊന്നും മിണ്ടുന്നില്ല. മരുന്നിൻ്റെ ചീട്ട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും പൂർണിമ എടുക്കാൻ നോക്കുക, ഞാനത് വരുത്തിക്കോളാമെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, ഞാൻ തന്നെ എടുത്തുകൊണ്ട് വന്നോളാം, ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നോളാം, അതിങ്ങ് എടുത്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു. എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പൂർണിമ ചീട്ടെടുത്ത് പല്ലവിയുടെ കൈ കൊടുക്കുക. അപ്പോൾ മരുന്ന് കുറച്ച് വാങ്ങിയാൽ മതിയെന്ന് പറയുമ്പോൾ, എന്തിനാ ഇനി അമ്മയ്ക്ക് കഴിക്കാതിരിക്കാനോ? മരുന്ന് വാങ്ങുമ്പോൾ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ വാങ്ങുക, കൃത്യസമയത്ത് അമ്മ മരുന്ന് കഴിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് പല്ലവി അവിടുന്ന് പോകുമ്പം, അതെ അത് പിന്നെ സേതുവിനെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട കേട്ടോ എന്ന് പൂർണിമ പറഞ്ഞു. അപ്പം സേതുവേട്ടനെ കൊണ്ട് തന്നെ ഞാനത് വാങ്ങിപ്പിക്കും, സേതുവേട്ടൻ വാങ്ങുന്ന മരുന്ന് കഴിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു പല്ലവി പൂർണിമയോട് പറയുക. ഇങ്ങനെയുണ്ടൊരു വാശി, ഇതൊന്നും അത്ര നല്ല ശീലങ്ങളല്ല കേട്ടോ അമ്മേ എന്നും പറഞ്ഞു പല്ലവി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. പൂർണിമ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, കുറേ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച്. അങ്ങനെ ഈ സമയത്ത് പിന്നെ നമ്മുടെ സേതു കുളിച്ച് റെഡിയായിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടിട്ട് കുളിക്കാൻ കയറിപ്പോയി. അപ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവി വന്നപ്പോൾ സേതുവേട്ടനെ കണ്ടില്ല. പെട്ടെന്ന് പല്ലവിയുടെ കയ്യിലുണ്ടായിരുന്ന സാധനം നിലത്തേക്ക് ചാടി വീണു. അപ്പോൾ പല്ലവി കുനിഞ്ഞിരുന്നത് അങ്ങ് എടുക്കുക. അപ്പോൾ ഈ പല്ലവി കയറി വന്നൊന്നും നമ്മുടെ സേതു കണ്ടില്ല. അപ്പോൾ സേതു കുളിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പല്ലവി അവിടെ ഇരിക്കുക. പല്ലവി എഴുന്നേൽക്കുകയും സേതു ഇറങ്ങി വരികയും ഒരുമിച്ചായിരുന്നു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി തിരിഞ്ഞൊരൊറ്റ കിടക്കൽ. അപ്പോൾ അങ്ങനെ കിടന്നപ്പോഴത്തേക്കും പല്ലവിയെ കണ്ടപ്പോഴത്തേക്കും സേതു ഇങ്ങനെ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ എടുത്ത് ഇങ്ങനെ അതായത് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് മറച്ചു വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. അയ്യേച്ചേ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി കിടക്കും. അപ്പോൾ പല്ലവി താൻ ഇങ്ങോട്ട് നോക്കരുത്, കൊല്ലും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ നടന്ന് വരുക. ഓടി വന്ന് മുണ്ടെടുത്ത് ഉടുപ്പെടുത്തിട്ടു. എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോഴേക്കും സേതു ഉടുപ്പൊക്കെ ഇട്ട് പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്ത് നിനക്കെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പല്ലവി വല്ലാത്തൊരു ടെൻഷനായില്ലെങ്കിൽ നിൽക്കുക കേട്ടോ. ഞാൻ ഈ മരുന്ന് അത് പിന്നെ തുമ്മലിന് മരുന്ന് ഞാനിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി ഇങ്ങനെ കിടന്ന് വെപ്രാളം കൊള്ളുമ്പോഴേക്കും ആണുങ്ങൾ തുണി മാറുന്നെടുത്ത് ടീച്ചർമാർക്ക് എന്താ കാര്യമെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ
സേതു ഇങ്ങനെ പല്ലവിയുടെ ചെവിക്ക് പിടിച്ച് ചോദിച്ചു. അപ്പോൾ എന്തിനാ ബഹുവചനം എന്ന് ചോദിച്ചു പല്ലവി. ഏകവചനം പോരെ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അല്ല, അബദ്ധം പറ്റിപ്പോയതാ എന്ന് പല്ലവി. എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ നിൽക്കുക. മുറിയുടെ വാതിൽ പൂട്ടാൻ ഞാനും മറന്നു പോയല്ലോ എന്ന് പറഞ്ഞ സേതു. പലതും മറന്നുപോയി എന്ന് പല്ലവി അന്നേരം സേതുവിനോട് പറയാം. അല്ല, വല്ലതും കണ്ടായിരുന്നോ എന്ന് സേതു ചോദിക്കുമ്പോൾ എന്ത് കുന്തം, മനുഷ്യൻ്റെ മനസമാധാനം പോയല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊന്നും കണ്ടില്ലെന്നേ എന്ന് പല്ലവി പറഞ്ഞു കേട്ടോ. ഉറപ്പാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ ഉറപ്പാണെന്ന് പറഞ്ഞു. ശരി, അല്ല എന്തിനാണ് അവ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഇത് തരാൻ വന്നതാണെന്ന് പല്ലവി. അമ്മയുടെ മരുന്ന് തീർന്നു പോയേ, 2 മാസത്തേക്ക് വാങ്ങിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്ന മരുന്നൊക്കെ അമ്മ കഴിക്കുമെന്ന് ചോദിച്ചു. അമ്മ കഴിച്ചോളും ചെയ്തു കേട്ടാ, മരുന്നിനോട് അയിത്തം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, ഇന്ന് തന്നെ വാങ്ങണമെന്ന്. ശരി എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി അവിടെ നിന്ന് പോണ പല്ലവി അയ്യോ എന്നും പറഞ്ഞങ്ങ് പോണു. സേതു ആണെങ്കിൽ അയ്യേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പുറത്ത് വാതിൽ തുറന്നിറങ്ങിയ പല്ലവി വാതിലടച്ച് പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കണ്ടു കാണുമോ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ നിൽക്കുക. കണ്ടു കാണാൻ വഴിയൊന്നുമില്ല, ഇങ്ങനെയൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കണ്ടു കിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി പുറത്തുനിന്ന് വിളിച്ച് പറഞ്ഞിട്ട് വാതിലടച്ചു. അപ്പോഴേക്കും അയ്യേന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ ഭയങ്കര നാണതായിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരി ഡ്രസ്സ് മാറുക. അപ്പോൾ ഹരി ഡ്രസ്സ് മാറാൻ നോക്കുന്നു. ഹരിക്കാണെങ്കിൽ ഒരു രീതിയിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാറാനായിട്ട് പറ്റുന്നില്ല. പുള്ളി ഇങ്ങനെ ഇരിക്കുകയല്ലേ കൈയൊക്കെ. അപ്പോൾ ഡ്രസ്സ് ഇടാനൊന്നും ഡ്രസ്സ് ഇടാൻ ഇങ്ങനെ തനിയെ നോക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്നിനും വരുന്നില്ല, തന്നെ ഇട്ടോ എന്ന് അച്ചു ഇങ്ങനെ പറഞ്ഞു ഹരിയോട്. എന്നിട്ട് ഹരി ഇങ്ങനെ പതുക്കെ കയറ്റിയിടും, പക്ഷേ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ സ്വയം പറ്റില്ല എന്നുള്ളത് ഹരിക്ക് ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു അന്നേരം അച്ചു. ഇനി മിണ്ടി പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ അച്ചു അപ്പം അതൊക്കെ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പം ഞാൻ അച്ചുവിനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഹരിയോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അതെ, ഹരി ഇതൊന്നും ചെയ്യിക്കാതെ അകറ്റി നിർത്തുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറയുമ്പം താൻ വലിയ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പം ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? വലിയ വീട്ടിലെ കുട്ടിയാ, വലിയ പീഡ എന്ന് വെച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വലിപ്പച്ചെറുപ്പം നോക്കുന്ന ഏർപ്പാടൊന്നും ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല ഹരി, അച്ഛൻ ഞങ്ങളായിട്ട് പഠിപ്പിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. ഹരിയാണെങ്കിൽ ആകെ വല്ലാതെ നിൽക്കുക. ഋതു പോലും ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്നതേ അവൾക്ക് ഈ കല്യാണം നടന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്നും നിഖിലുമായിട്ടുള്ള കല്യാണം പോലും മുടക്കാൻ നോക്കിയവളാ അവളെന്ന കാര്യവും അച്ചു പറഞ്ഞു. എന്താ കാരണമെന്നറിയോ? അച്ഛൻ്റെ വിൽപത്രം. എൻ്റെ കല്യാണം മുടങ്ങിയ വിൽപത്രം റദ്ദായി പോകും, സേതുവേട്ടൻ പുറത്താവുകയും ചെയ്യും. ഹരി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതോടെ ആ ഒരു സാധ്യതയില്ലാതായത്. അതിൻ്റെ ദേഷ്യം അവൾ കാണിക്കുന്നതെന്ന കാര്യം അച്ചു ഇങ്ങനെ പറയുക. അല്ലാതെ ഹരിയോട് യാതൊരുവിധ ഇഷ്ടക്കേടുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടൊന്നുമല്ല. ഹരിയുടെ സ്ഥാനത്ത് ഇനി വേറെ ആരും വന്ന് എന്നെ കെട്ടിയാലും അവൾ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറത്തുണ്ടായിരുന്നുള്ളൂ, അതിനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് വലിപ്പ ചെറുപ്പത്തിൻ്റെ കഥ ഇനി എൻ്റെ മുന്നിൽ മിണ്ടി പോയേക്കരുത് കേട്ടോ. അതും പറഞ്ഞ് അച്ചു നമ്മുടെ ഹരിയെ ഡ്രസ്സ് ഇടിക്കാം. എന്നിട്ട് പതുക്കെ അച്ചു ഹരിയുടെ കൈയൊക്കെ എടുത്ത് പിടിച്ച് കൊടുത്ത് അങ്ങനെ ഷർട്ടിനകത്ത് ഹരിയാക്കി അങ്ങനെ ബട്ടൺസൊക്കെ ഇട്ട് കൊടുത്തു, കൈയൊക്കെ മടക്കി വെച്ചു. അങ്ങനെ ഹരിയെ നല്ല പൊന്നു പോലെ നോക്കുക. ഇനി നമുക്ക് മുണ്ട് മാറ്റാം എന്ന് അച്ചു പറയുമ്പോൾ മുണ്ട് ഞാൻ ഉടുത്തോളാം എന്ന് പറഞ്ഞു. അതെന്താ ഞാൻ ഉടുപ്പിച്ചാൽ കുഴപ്പം, അനങ്ങാതെ നിൽക്കുക അവിടെ എന്ന് പറഞ്ഞു അച്ചു. അത് പിന്നെ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി കിടന്ന് ഇങ്ങനെ വെപ്രാളം കൊള്ളുവാട്ടോ. അടങ്ങി നിന്നോളണം അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചു ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഹരിയെ മുണ്ട് വരെ ഉടുപ്പിച്ച് കൊടുത്തു. അങ്ങനെ ഹരിയെ മുണ്ടക്കി ഉടുപ്പിച്ച് നമ്മുടെ അച്ചു നല്ല സിമ്പിളനാക്കി അങ്ങ് എടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ല സെറ്റാക്കി ഹരിയെ ഇങ്ങനെ എത്തിക്കുന്നു. ഇനി ലുങ്കി നമുക്ക് മാറ്റിയാലോ? അത് ഞാൻ ചെയ്തോളാം. അപ്പം ശരി ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരി. അപ്പോഴത്തേക്ക് അച്ചു തിരിഞ്ഞു നിന്നു. ഹരി ആണെങ്കിൽ ഉടുത്തിരുന്ന ലുങ്കി എടുത്ത് മാറ്റി അതിനുശേഷം മുണ്ടെടുത്ത് മുറുക്കി അങ്ങ് ഉടുത്തു. അങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ചുവിന് ഭയങ്കര സന്തോഷമായി. ഇപ്പം മിടുക്കനായിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അച്ചു ചായ എടുക്കാൻ പോയി. അച്ചു ചായ എടുക്കാൻ പോയപ്പോൾ ഹരി ഇങ്ങനെ അച്ചുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. അച്ചുവിൻ്റെ ആ ഒരു സ്നേഹവും അതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും ഹരിക്ക് അറിയാൻ പാടില്ലാതെ ഹരി നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഹരിയുടെ ഓട്ടോ കത്തിക്കിടക്കുന്നിടത്തേക്ക് ചെല്ലുവാണ് സേതുവും പല്ലവിയും കൂടി. അവർ രണ്ടുപേരും കൂടെ ചെന്നിട്ട് ആ ഭാഗത്തുണ്ടായിരുന്ന ഇതെല്ലാം നോക്കുക, അങ്ങനെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ പോലീസുകാർക്ക് തെളിവൊന്നും കിട്ടിയില്ലല്ലോ. പോലീസുകാർക്ക് കിട്ടാത്ത പലതും നമ്മുടെ പല്ലവിക്ക് കിട്ടുകയാണ് വണ്ടിക്കകത്ത് കിടന്നിട്ട്. അങ്ങനെ തപ്പി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെട്രോൾ മേടിച്ച ആ ഒരു ബില്ലുണ്ടല്ലോ അത് പല്ലവിക്ക് കിട്ടി. അപ്പോൾ ആ ബില്ലെടുത്ത് പല്ലവി ഇങ്ങനെ സേതു കേട്ടാന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ സേതു ഓടി വന്നു കേട്ടോ. അപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ പല്ലവി എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഈ പമ്പ് ഇത് നമ്മുടെ സിറ്റിക്കകത്ത് തന്നെയുള്ളതാണല്ലോ, താൻ വാ, ഇവിടുന്ന് പെട്രോൾ വാങ്ങിച്ചതാ, ഓട്ടോ കത്തിക്കാൻ അവർ വന്നിട്ടുമുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബില്ല് നിരഞ്ജന മേഡത്തിൻ്റെ ശ്രദ്ധയിൽ പെടാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പല്ലവി അന്നേരം പറഞ്ഞു. ഫോറൻസിക്കുകാരും ഇത് ശ്രദ്ധിച്ചില്ല. അതൊരു തരത്തിൽ നന്നായി പല്ലവി. തെളിവായി ഈ ബില്ല് പോലീസിൻ്റെ കയ്യിലെങ്ങാനും പെട്ടിരുന്നെങ്കിൽ ഇത് അവർ തന്നെ അന്വേഷിച്ചേനെ. ഇതൊക്കെ നമുക്കിപ്പോൾ അന്വേഷിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തന്നെ അന്വേഷിക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് നമുക്ക് പ്രതിയെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വേണോ സേതുവേട്ടാ? കൊടും ക്രിമിനലുകളൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. ഈ സമയത്ത് നമ്മളെന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് പല്ലവി ചോദിച്ചേ. അത് കേട്ടപ്പോൾ നമ്മുടെ സേതു ഒന്ന് ആലോചിക്കുക. നിരഞ്ജന മേഡത്തിനെ നമുക്ക് വിശ്വസിക്കാമല്ലോ. ബില്ല് മേഡത്തെ ഏൽപ്പിച്ച മേഡം വേണ്ടതുപോലെ ചെയ്തോളില്ലേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാ, പക്ഷേ പോലീസിനെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലെന്നും പിന്നെ നിരഞ്ജന മേഡം മാത്രമല്ലല്ലോ ആ ടീമിലുള്ളത്. അപ്പോൾ പോലീസുകാരിൽ ആരെങ്കിലും ഒരാൾ ക്രിമിനൽ ആണെങ്കിൽ വിവരങ്ങൾ ചോർന്നു പോയാലേ തീർന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതും ശരിയാണല്ലോ എന്ന് പല്ലവിയും ചിന്തിച്ചു. ഒരു കാരണവശാലും ഈ ദ്രോഹം ചെയ്തവർ ഈ കേസിൽ രക്ഷപ്പെട്ടു പോകരുത്. ചെയ്തവൻ പിടിയിലായാൽ മാത്രമേ ചെയ്യിച്ചവനെ പറ്റി അറിയാനും പറ്റത്തുള്ളൂ. നമുക്ക് വേണ്ടത് ആ ആളെ അല്ലേന്ന് ചോദിച്ചു. എന്നാൽ നമുക്ക് തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് പോവുക. അപ്പോൾ ഈ പമ്പിലേക്ക് ആദ്യം പോകണമെന്നും അവിടെ ചെന്ന് ആരാണിത് വാങ്ങിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം. അതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് ഇവർ നേരെ പമ്പിലേക്ക് പോവുക. കൃത്യമായിട്ട് അവർ ആ പമ്പിലേക്ക് ചെന്നു. ഈ ചീട്ട് കാണിച്ചും കൊടുത്തു. ഈ ബില്ല് ഇവിടുത്തെ അല്ലേ എന്നവിടുത്തെ ഉടമസ്ഥനെ കണ്ട് ചോദിച്ചു. അപ്പോൾ അതേ നീ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൽ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിൽ ഇവിടുന്ന് പെട്രോൾ വാങ്ങിയത് ആരാണെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ അതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാവശ്യമുണ്ട് ചേട്ടാ, ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെന്നും അതിൻ്റെ അന്വേഷണത്തിലാണ് ഞങ്ങളെന്ന് പല്ലവി ഇങ്ങനെ ചേട്ടനോട് പറയുക. നിങ്ങൾ പോലീസിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണെന്ന് നമ്മുടെ സേതു ചേട്ടനോട് പറഞ്ഞു. CCTV സ്റ്റോറേജിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടനകത്തേക്ക് കയറിപ്പോയി. ആ ചേട്ടനകത്തേക്ക് കയറിപ്പോയപ്പോൾ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കിട്ടുമോ സേതുവേട്ട ആളെ? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ പോലീസും ഫോറൻസിക്കുകാരൊക്കെ വന്ന് അരിച്ചു പറിക്കിയതല്ലേ അവിടെ. അവർക്കാർക്കും ഈ ബില്ലൊന്നും കിട്ടിയില്ലല്ലോ. അത് നമ്മുടെ കയ്യിൽ തന്നെ വന്ന് പെടാനുള്ള കാരണം എന്താണെന്നൊക്കെ സേതു ഇങ്ങനെ പല്ലവിയോട് ചോദിക്കും കേട്ടോ. കത്തിച്ചവരിനി അധികകാലം ഒളിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല പല്ലവി. അവനെ നമ്മൾ പൊക്കിയിരിക്കും. നിർണായകമായ തെളിവ് നമുക്ക് കിട്ടിയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ബൈക്കിൽ വന്ന ഒരാളാണ് പെട്രോൾ വാങ്ങിയതെന്നും ക്യാനിലാണ് വാങ്ങിയതെന്ന കാര്യവും പറഞ്ഞു. അയാളുടെ മുഖം വ്യക്തമാണോ? അപ്പം അതെ, ഭാഗ്യത്തിന് അയാൾ കാശ് കൊടുക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഊരിയിരുന്നു. അപ്പോൾ എനിക്ക് അയാളുടെ മുഖം ഒന്ന് കാണാൻ പറ്റുമോ? അപ്പം നമ്പർ ഇതാ, ഞാൻ ഫോണിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ നമ്മുടെ സേതുവിൻ്റെ ഫോണിലേക്ക് ഈ സകല കാര്യങ്ങളും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മുടെ സേതു കൃത്യമായിട്ട് അവൻ്റെ മുഖം ക്ലിയർ ആയിട്ട് അങ്ങ് കണ്ടു. അതുപോലെ പല്ലവിയും കണ്ടു. ഇവന്മാർ ഏതവന്മാരാണെന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ സേതുവും പല്ലവി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഇതിൻ്റെ പുറകെയാണ്. വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് സേതുവും പല്ലവി ഇറങ്ങുന്നു. അങ്ങനെ ഈ വീഡിയോ കൊണ്ടുവന്ന് മേഡത്തിൻ്റെ കയ്യിലേക്കും കൊടുത്തു, നിരഞ്ജന മേഡത്തിൻ്റെ. അപ്പം നിരഞ്ജന മേഡത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ഈ തെളിവുകൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മേഡം ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇനി സെക്കൻഡുകൾ മതി അവനെ പൊക്കാനായിട്ടേ. അപ്പോൾ ഇവനെ ഞാൻ അറിയുന്നതാണെന്നും ഒരു സ്ഥിരം ക്രിമിനലാണിവനെന്നും നിരഞ്ജന മേഡം പറയുക. കാശിനു വേണ്ടി കൊലപാതകം വരെ ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന കാര്യവും പറഞ്ഞ് പല സ്റ്റേഷനുകളിലും ഇവനെതിരെ ഒരുപാട് കേസുകൾ നിലവിലുണ്ടെന്നുള്ള കാര്യവും മേഡം ഇങ്ങനെ ഇവരോട് പറയാം. അപ്പോൾ ഇവനും ശ്രീഹരിയും തമ്മിൽ ശത്രുത കാണാൻ യാതൊരു സാധ്യതയില്ല. ഇവനെ ആരെങ്കിലും യൂസ് ചെയ്തതാകുമെന്ന് പല്ലവി പറയുമ്പം ആരാണെന്ന് ചോദിച്ചു സേതു പല്ലവിയോട്. അപ്പോൾ പല്ലവി സേതുവിനെ നോക്കി നിൽക്കും. അത് ആരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ പല്ലവിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പല്ലവി അത് പറയാനായിട്ട് ഇങ്ങനെ വ്യഗ്രതയോടുകൂടി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും ഹൃതിക എന്ന് പറയുന്നവൾക്ക് അധികം ആയുസൊന്നുമില്ല. അവളുടെ കാര്യം കട്ട പുകയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി കഥയൊക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ വിശേഷം വരാനുണ്ട്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി. സോ അഗൈൻ ടേക്ക് കെയർ. ബൈ ബൈ.